ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ എപ്പോഴും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ എല്ലാവരും പറയുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കണം. കാരണം നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസിനും നിങ്ങളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അവർ ചെയ്യുന്ന കമൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വായിക്കുന്നത്. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഫോണിൽ നിന്നും ഓപ്പൺ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്തിട്ട് അത് മുഖേന അതിൻ്റെ താഴെ വരുന്ന കമൻസുകളാണ് നിങ്ങൾ വായിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ താഴത്തോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോയും അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇൻവാലിഡ് ക്ലിക്ക് വളരെ അധികം കൂടും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം? നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരായിക്കോട്ടെ, ഇവരൊക്കെ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കമൻറ്റുകൾ നമ്മൾ എങ്ങനെ വായിക്കും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ഒരു അടിപൊളി പ്രോപ്പർ രീതിയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വായിച്ചതും വായിക്കാത്തതുമായ എല്ലാ മെസ്സേജുകളും, അതായത് എല്ലാ കമൻസുകളും നമുക്ക് സോർട്ട് ചെയ്ത് ഈസി ആയിട്ട് പ്രോപ്പർ രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കുറച്ച് കമൻസുകൾ വായിച്ചതാണെങ്കിൽ ആ കമൻസുകൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾ വായിക്കാത്ത കമൻറ്റുകൾ മാത്രം നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും കമൻസുകൾ നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, അതിനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിന് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കമൻസുകൾ നിങ്ങൾക്ക് എങ്ങനെ വായിച്ച് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ നമുക്ക് റീപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടണുകളും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾക്ക് എങ്ങനെ നമുക്ക് റീപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ ലൈവായിട്ട് അത് കാണിച്ചു തരാം. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് എങ്ങനെ റീഡ് ചെയ്ത് അതിനെങ്ങനെ റീപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യത്തിന് ആദ്യം കേൾക്കുമ്പോൾ തന്നെ ആളുകളെല്ലാവരും വിചാരിക്കും ഇത് വളരെ മണ്ടത്തരമാണ്, ഇതിപ്പോൾ ഇത്രമാത്രം അറിയാനുണ്ടോ എന്നൊക്കെ. പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് ഓരോ വീഡിയോയും പ്ലേ ചെയ്ത് നോക്കിയാണ് നിങ്ങൾ കമൻറ്റ് റീഡ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ മണ്ടത്തരമാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വളരെ ദോഷകരമായൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പർ രീതിയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോസിൻ്റെയും കമൻറ്റ് നമുക്ക് പർട്ടിക്കുലർ രീതിയിൽ ഓപ്പൺ ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് റീഡ് ചെയ്ത് റിപ്ലൈ ചെയ്യാം എന്നുള്ള ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഓപ്പൺ ആയിട്ട് വരട്ടെ, നമുക്ക് നോക്കാം. എൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ അത് നോക്കിയാൽ കാണാം, താഴെ ഇവിടെയായിട്ട് കമൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ എൻ്റെ ചാനലിൻ്റെ ലോഗോ കാണുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെൽ ഐക്കണും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ കമൻസ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ്റെ ഒരു ബെല്ലൈക്കൺ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും, അതായത് കമൻസുകൾ എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഓരോ വീഡിയോയുടെ തമ്പനെയിൽ ഇവിടെ കാണാം, അതിന് വന്നിരിക്കുന്ന കമൻറ്റ് അത് എപ്പോൾ വന്നു, എത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ എത്ര ഹവേഴ്സിനുള്ളിൽ വന്നു, എത്ര ദിവസത്തിനുള്ളിൽ വന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ആരാണ് അത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തതെന്നുള്ള ആ ഒരു സബ്സ്ക്രൈബറിൻ്റെ പേരും കാണാം, ഡീറ്റെയിലും കാണാം. അപ്പോൾ അത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നെന്നും കാണാം. അതുപോലെ നമ്മുടെ ഓരോ വീഡിയോയുടെയും തമ്പനയിലാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്ന സംശയങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിവിടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന കമൻറ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കമൻറ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന സെയിം റിലേറ്റഡ് അവർക്ക് ഉണ്ടായ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അവരുടെ സെയിം ഇഷ്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ചിലതിൽ നമുക്ക് താഴെ കാണാം വ്യൂ റീപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അതായത് അത് നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുള്ള കമൻ്റ് ആണെങ്കിൽ അവർ നമുക്ക്
തിരിച്ച് റിപ്ലൈ തന്നു കഴിയുമ്പോഴാണ് വ്യൂ റിപ്ലൈ എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ്റെ അകത്തുനിന്നും, അതായത് ഈ നോട്ടിഫിക്കേഷൻ്റെ അകത്തുനിന്നും നമുക്ക് കമൻറ്റ്സ് എടുത്ത് വായിക്കാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾ എന്ന് പറയുന്നതിൽ ഇന്നത്തെ, അതായത് ടുഡേ തൊട്ടുള്ള എല്ലാ കമൻറ്റ്സുകളും കാണാം. താഴത്തോട്ട് ഇന്നലെ മിനിഞ്ഞാന്നത്തെ എല്ലാത്തിൻ്റെയും കാണാൻ സാധിക്കും. അതുപോലെ റൈറ്റ് സൈഡിൽ അനലറ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീക്കിലി റീക്യാപ്പ്, അതുപോലെ എല്ലാ സാധനങ്ങളും അനലറ്റിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ കമൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ്സ് മാത്രം നമുക്ക് സോർട്ട് ചെയ്ത് കാണിക്കും. അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്ന ആ കമൻറ്റുകൾ മാത്രം നമ്മളെ സോർട്ട് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് കമൻറ്റ്സ് എന്ന് പറയുന്നിരിക്കുന്നത്. പിന്നെ ന്യൂസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞു തരാം. എന്താണ് ന്യൂസ്, അപ്ഡേറ്റ് ആൻഡ് കൺട്രോളിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് താഴെ കമൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കമൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫിൽറ്റർ നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മളിവിടെ റെസ്പോണ്ട് ചെയ്യാത്ത, അതായത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു കമൻറ്റ് ചെയ്തു, ആ കമൻറ്റിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് തിരക്കുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ തിരക്കുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എല്ലാ വീഡിയോസിനും നമുക്ക് കമൻറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. യൂട്യൂബ് എന്നൊരു മാധ്യമം അല്ലാണ്ട് മറ്റൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അധികം നേരം യൂട്യൂബിലേക്ക് ഇരിക്കാൻ സമയം കിട്ടാത്തവരാണെങ്കിൽ അവരെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ യൂട്യൂബിൽ വരുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000 കമൻസുകൾ റീഡ് ചെയ്ത് അതിന് റിപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു നല്ലൊരു യൂട്യൂബർ, അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏത് യൂട്യൂബർ ആയിക്കോട്ടെ, അവരുടെ എത്ര തിരക്കാണെങ്കിലും ഒരു സമയം കണ്ടെത്തി അവരുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അതായത് കമൻസിന് റിപ്ലൈ ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക എല്ലാ യൂട്യൂബേഴ്സും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും യൂട്യൂബ് ചാനൽ നിലനിന്ന് തന്നെ പോകുന്നത്. ഞാൻ തന്നെ മറ്റൊരു ജോലിയിലുള്ള ഒരാളാണെങ്കിലും എനിക്ക് കിട്ടുന്ന മാക്സിമം സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബേഴ്സിലെ കമൻറ്റുകൾ റീഡ് ചെയ്ത് അതിനുള്ള നല്ല ആൻസറുകൾ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. നിങ്ങൾ ഒരു വീഡിയോയ്ക്ക് ഒരു നിരന്തരം വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ ഫ്രീ ടൈമിൽ ആ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള കമൻസിന് റിപ്ലൈ ചെയ്യാത്തത് എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ ഇവിടെ ഹാവ് നോട്ട് റെസ്പോണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് റെസ്പോണ്ട് സ്റ്റാറ്റസ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഹാവ് നോട്ട് റെസ്പോണ്ട്, ഐ റെസ്പോണ്ടഡ്, അങ്ങനെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. റെസ്പോൺസസ് വിത്ത് ന്യൂ റിപ്ലൈസ്, അതായത് നമ്മൾ റെസ്പോണ്ട് ചെയ്തത് മാത്രം സ്റ്റോർട്ട് ചെയ്യാനാണെങ്കിൽ ഐ റെസ്പോണ്ടൻസ്, പിന്നെ ന്യൂ റിപ്ലൈക്ക് നമ്മൾ റെസ്പോൺസസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെങ്കിൽ അത്, പിന്നെ നമ്മൾ ഒന്നിന് റിപ്ലൈ ചെയ്യാത്തതാണെങ്കിൽ ഹാവ് നോട്ട് റെസ്പോണ്ടഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്ത എല്ലാ നമ്മുടെ കമൻസുകളും അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് റിപ്ലൈ കൊടുക്കാം. ഞാൻ എൻ്റെ എല്ലാ കമൻസിനും അവർക്ക് ഒരു റിപ്ലൈ കൊടുത്തു വിടും. അതുപോലെ നമുക്കത് ഒരു ലൈക്ക് ചെയ്ത് വിടാം. അങ്ങനെ നമുക്കെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ റിപ്ലൈക്ക് നമുക്ക് ലൈക്ക് ചെയ്യാം, അതിന് വീണ്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് നിരവധി ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെയും കമൻറ്റുകൾ നമുക്ക് ഇവിടുന്ന് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് വളരെ എളുപ്പത്തിന്. പിന്നെ ഇവിടെ സോർട്ടിംഗ് ആയിട്ടുള്ളൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സോർട്ട് ചെയ്യുകയാണെങ്കിൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റുകൾ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽഡ് ഫോർ റിവ്യൂസിന് കൊടുത്തിരിക്കുന്നത് ഹാവ് നോട്ട് റെസ്പോണ്ട്, അങ്ങനെ നമുക്ക് ഏത് ഫിൽറ്റർ വേണമെങ്കിലും നമുക്കതിൽ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ പബ്ലിഷ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ നമ്മൾ റിവ്യൂവിന് കൊടുത്തിട്ടുള്ളതുണ്ട്, അതൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. സൂപ്പർ താങ്ക്സ് വന്നു കഴിഞ്ഞപ്പോൾ വന്നത്, അതുപോലെ പബ്ലിക് സബ്സ്ക്രൈബർ, അതുപോലെ ചാനൽ മെമ്പർ സ്റ്റാറ്റസ്, ഇതൊക്കെ നമുക്കിവിടെ സോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സബ്സ്ക്രൈബർ കൗണ്ട്, ഇതൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് നോക്കി സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ എങ്ങനെ അതിന് റിപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. കാരണം ഈ ഒരു മെത്തേഡിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ വായിക്കുകയും റിപ്ലൈ കൊടുക്കുകയും ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ ഇങ്ങനെ എടുത്തു, അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്നും നിങ്ങളുടെ വീഡിയോസ് പ്ലേ ചെയ്ത് അതിൻ്റെ താഴെ, അതായത് അതിൻ്റെ അണ്ടറിൽ വരുന്ന കമൻസുകൾ റീഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഇഷ്യൂ ആണ് യൂട്യൂബ് ചാനലിലും നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്കും എല്ലാത്തിനും അതിൻ്റെ ഗ്രോത്തിനൊക്കെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രണ്ട് മെത്തേഡിൽ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ച് അതിന് റിപ്ലൈ ചെയ്യുക. കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ റിമൂവ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇത് കൊടുത്തു, അതിനുശേഷം ഞാനത് ഡിസ്കാർഡ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം.
നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് നിങ്ങളുടെ വീഡിയോനെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനെ അത് വളരെ ബാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ കമൻറ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ഒരു ബാഡ് വേർഡൊക്കെ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യാം. നിരന്തരം നിങ്ങളുടെ വീഡിയോസിന് ഒരാൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ ഇടുന്ന ഏത് വീഡിയോസും എത്ര നല്ല വീഡിയോസും ആയിക്കോട്ടെ അതിന് ബാഡ് കമൻറ്റ് ഇടുക, നിങ്ങളുടെ സബ്സ്ക്രൈബറിനെ എല്ലാവരെയും ചീത്ത വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ ആ പുള്ളീനെ നമ്മുടെ ചാനലിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉടനടി അവനത് ഹൈഡ് യൂസർ ഫ്രം ചാനൽ, നമ്മുടെ ചാനലിൽ നിന്ന് അവനെയും ഹൈഡ് ചെയ്ത് വിടുക. കാരണം നമ്മുടെ 1000 സബ്സ്ക്രൈബറിനെ ബാധിക്കാൻ വേണ്ടി ഒരുത്തനെ മാത്രം നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ. അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബറിനെ അവന് വേണ്ടി നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ വീഡിയോസ് ആവശ്യമുള്ള എല്ലാവരും കാണും. കൂടുതൽ വർത്തമാനം പറയാൻ വരുന്നവനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടുക. അല്ലാണ്ട് ആ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി നമ്മുടെ 1000 അല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബറിനെ വെറുപ്പിക്കാൻ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടുക. അവൻ്റെ കമൻറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി അവനെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന കമൻറ്റിനൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജസ്റ്റ് പറയുകയാണ്. കമൻറ്റിൻ്റെ ഇവിടെ ഒരു ചെറിയ 3 ഡോട്ട്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഹൈഡ് യൂസർ ഫ്രം ചാനൽ, അത് നമ്മുടെ ചാനലിൽ നിന്നും ആ യൂസറിനെ ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുക. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഫിൽട്ടർ ചെയ്യാം, നിങ്ങളുടെ വീഡിയോസിൻ്റെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാം. അത് വളരെ എളുപ്പത്തിന് നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലെ കമൻസുകൾ എങ്ങനെ റീഡ് ചെയ്യാമെന്നും അതിലേക്ക് എങ്ങനെ നമുക്ക് റീപ്ലൈ ചെയ്യാം എന്നും എങ്ങനെ അത് സോർട്ട് ചെയ്യാം എന്നുള്ളൊരു കിടിലം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്തത്. വളരെ ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട് എങ്ങനെയാണ് പ്രോപ്പർ രീതിയിൽ നമ്മുടെ വീഡിയോസിന് വരുന്ന കമൻസിന് എങ്ങനെ റീപ്ലൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യുന്ന അബദ്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോയും ഓപ്പൺ ചെയ്ത് അതിൽ കമൻറ്റ് എടുത്ത് നിങ്ങൾ വായിക്കരുത്. അത് തീർച്ചയായും നിങ്ങളുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യും. കാരണം ഇൻവാലിഡ് ക്ലിക്ക് ഉണ്ടാകും. നിങ്ങളുടെ ചാനൽ വീഡിയോ മറ്റാൾക്കും റെക്കമെൻഡ് ചെയ്യപ്പെടാണ്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ ഒതുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. വ്യൂസ് വളരെ കുറയും. അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ തന്നെ ബാധിക്കുന്ന, ചിലപ്പോൾ ചാനൽ വരെ അടിച്ചു പോകുന്ന ഒരു വളരെ മണ്ടത്തരമായ കാര്യമായിരിക്കും നിങ്ങളാ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പർ രീതിയിൽ കമൻറ്റ് റീഡ് ചെയ്യുക, അതെങ്ങനെ റിപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.